നമസ്കാരം. ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളുമായാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ പറയുന്ന വിവരങ്ങൾ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിതരായ 50 വയസ്സിന് മുകളിലുള്ള വനിതകളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി 3000 രൂപ പെൻഷൻ ഗുണഭോക്തൃ പട്ടിക പരിശോധന, മസ്റ്ററിംഗ്, പുതിയ രേഖകൾ, അർഹതാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് നിരവധി വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതിൽ യഥാർത്ഥ വിവരങ്ങളും തെറ്റായ പ്രചരണങ്ങളും ഒരുപോലെ പ്രചരിക്കുന്നതിനാൽ എല്ലാവർക്കും വ്യക്തമായ വിവരങ്ങൾ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പ്രധാനപ്പെട്ട എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് 3000 രൂപ പെൻഷൻ. ഇപ്പോഴത്തെ സ്ഥിതി ആദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി നോക്കാം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപ ആക്കുമോ എന്നുള്ളതാണ്. ഉറപ്പായും ആക്കും. പക്ഷേ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ഭാവിയിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് വാഗ്ദാനം ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഉടൻ നടപ്പിലാക്കിയെന്ന ഔദ്യോഗിക ഉത്തരവ് വന്നിട്ടുമില്ല. കാരണം ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് ആദ്യം അർഹതയില്ലാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തി പട്ടിക ശുദ്ധീകരിക്കുകയാണ് ലക്ഷ്യം. അതായത് യഥാർത്ഥത്തിൽ അർഹരായവർക്ക് മാത്രമേ പെൻഷൻ നൽകാവൂ എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഈ പരിശോധനകൾ പൂർത്തിയായ ശേഷം സാമ്പത്തിക സാഹചര്യം വിലയിരുത്തി പെൻഷൻ വർധനവിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 3000 രൂപ ഉടൻ അക്കൗണ്ടിൽ വരുമെന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ വിശ്വസിക്കരുത്. ഇനി എന്താണ് പരിശോധന എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. എന്നാൽ വർഷങ്ങളായി ചില അർഹതയില്ലാത്ത ആളുകളും പട്ടികയിൽ തുടരുന്നതായി സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉയർന്ന വരുമാനമുള്ളവർ, സർക്കാർ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ, ആദായ നികുതി അടയ്ക്കുന്നവർ, വലിയ സ്വത്തുള്ളവർ, മറ്റ് പെൻഷനുകൾ ലഭിക്കുന്നവർ. അതുപോലെ തന്നെ ഒരു 17 മാനദണ്ഡങ്ങളുണ്ട്. അത് മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണണം. ഇത്തരക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ യഥാർത്ഥ അർഹരുടെ അവകാശം നഷ്ടപ്പെടുമെന്നാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് വ്യാപക പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ വിഭാഗക്കാരും സ്വന്തം വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കണം. പ്രധാനമായും വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകളുടെ പെൻഷൻ. ഇത് വാങ്ങുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ലൈഫ് മസ്റ്ററിംഗ് നിർബന്ധമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൈഫ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ചിലപ്പോൾ പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. മസ്റ്ററിംഗ് എന്നത് ഗുണഭോക്താവ് ജീവനോടെ ഉണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന നടപടിയാണ്. ഇത് കൃത്യസമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തുന്നത് തടസ്സമുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട സമയത്ത് പൂർത്തിയാക്കണം. അതായത് ഇപ്പോൾ മസ്റ്ററിങ്ങിന്റെ തീയതി വന്നിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെപ്റ്റംബർ മാസങ്ങളിൽ വരാനാണ് സാധ്യത കൂടുതൽ. വരുന്ന മുറയ്ക്ക് അത് നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. ഇനി അടുത്തത് ആരൊക്കെയാണ് രേഖകൾ പുതുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ചില പ്രത്യേകം വിഭാഗം ഗുണഭോക്താക്കളോട് തദ്ദേശ സ്ഥാപനങ്ങൾ പുതിയ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വിധവ പെൻഷൻകാർക്ക് വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രം. ഇത് ജൂൺ 30 അവസാന തീയതി. അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് പ്രധാനമായും വരുമാന സർട്ടിഫിക്കറ്റും വിവാഹം കഴിച്ചിട്ടില്ല എന്ന ആവശ്യമായ രേഖകൾ. അതുപോലെ തന്നെ ചില പ്രത്യേകം വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവരോട് വരുമാന സർട്ടിഫിക്കറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവയുടെ അവസാന തീയതി വന്നത് ജൂൺ 30 അതുപോലെ തന്നെ ഇവ ആവശ്യപ്പെട്ടുണ്ടെന്ന് നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണത് ഒരു അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കണം. ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ വിവരങ്ങൾ പരിശോധിക്കാം. ആദ്യം ഔദ്യോഗിക സേവന പോർട്ടൽ, പെൻഷൻ സേവന പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം പെൻഷൻ സെർച്ച് എന്ന ഓപ്ഷൻ അതിൽ തിരഞ്ഞെടുക്കുക. തുടർന്ന് പെൻഷൻ ഐ ഡി ഇല്ലെങ്കിൽ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ്, അവസാനമായി ലഭിച്ച തുക, മസ്റ്ററിംഗ് സ്ഥിതി എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അർഹതാ മാനദണ്ഡങ്ങൾ ഇപ്പോൾ സർക്കാർ കൂടുതൽ കർശനമായി പരിശോധിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം.
ഒന്നാമതായി കുടുംബ വാർഷിക വരുമാനമാണ്. നിശ്ചയിച്ച പരിധിക്കുള്ളിലാണോ എന്ന് പരിശോധിക്കണം. അതായത് 1,00,000-ൽ താഴെ. അതുപോലെ തന്നെ രണ്ടാമതായി കുടുംബത്തിൽ ഉയർന്ന വിലയുള്ള സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ തന്നെ വലിയ സ്വത്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. നാലാമതായി കുടുംബത്തിൽ സർക്കാർ ജീവനക്കാരോ സ്ഥിര വരുമാനക്കാരോ ഉണ്ടോ എന്ന് പരിശോധിക്കും. അഞ്ചാമതായി മറ്റ് സർക്കാർ പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കും. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അന്തിമ അർഹത ഉറപ്പാക്കുക. സർക്കാർ നടത്തുന്ന ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം യഥാർത്ഥ ഗുണഭോക്താക്കളെ സംരക്ഷിക്കുകയും അർഹതയില്ലാത്തവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയാണ്. 60 വയസ്സ് തികഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾക്കും പെൻഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഗവൺമെന്റിന്റെ വാദം. അതായത് വരുമാന പരിധി കൂടുതലുള്ളവർ, അതുപോലെ തന്നെ ഈ മാനദണ്ഡങ്ങൾ 17 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ പോലും ഒരാളെ അർഹതയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ പെൻഷൻ നിർത്തിവെക്കുകയോ അർഹത വീണ്ടും പരിശോധിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. കുടുംബ വാർഷിക വരുമാനം, ആദായ നികുതി അടയ്ക്കുന്നവർ, മറ്റ് സർക്കാർ അല്ലെങ്കിൽ സ്ഥാപന പെൻഷൻ ലഭിക്കുന്നവർ സാമ്പത്തികമായി അർഹതയില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയാൽ, അപേക്ഷ നൽകിയ വിവരങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ അധികാരികളിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അന്തിമ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടേതായിരിക്കും. രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല, എങ്കിലും രേഖകൾ തയ്യാറാക്കി വെക്കണം എന്നുള്ളതാണ്. അതെ, ആവശ്യമായ രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത് പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും. പൊതുവെ ആവശ്യമായി വരാവുന്ന രേഖകളാണ് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ചില വിഭാഗങ്ങളിൽ അധിക രേഖകളും ആവശ്യപ്പെടാം. വിധവാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. വിധവാ പെൻഷൻ വാങ്ങുന്നവർ ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ മാസത്തെ പെൻഷൻ തടസ്സപ്പെടുമോ എന്നുള്ളത് നിങ്ങൾ സ്റ്റാറ്റസ് മുഖേന ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നല്ലതാണ്. നിങ്ങളും, അതായത് വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവരും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. പെൻഷൻ അക്കൗണ്ടിൽ എത്തിയോ എന്നറിയാൻ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ പരിശോധിക്കാം. പെൻഷൻ ID അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അവസാനമായി ലഭിച്ച പെൻഷൻ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. പാസ്ബുക്ക് നോക്കേണ്ട കാര്യമില്ല. അതിൽ 2000 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപ ലഭിച്ചു എന്ന് തന്നെ കാണിക്കും. ഇനി നമ്മൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി തരാം. എല്ലാവരുടെയും പെൻഷൻ റദ്ദാക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇല്ല എന്നുള്ളതാണ്. അർഹതയില്ലാത്തവരെ കണ്ടെത്താനാണ് പരിശോധന. അർഹരായവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇനി മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ എന്താവും എന്നുള്ള ചോദ്യമുണ്ട്. പെൻഷൻ താൽക്കാലികമായി തടയപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ സമയത്ത് പൂർത്തിയാക്കുക. അതായത് ഇപ്പോൾ അതിന്റെ തീയതി വന്നിട്ടില്ല, വന്ന ഉടൻ ഞങ്ങൾ അറിയിക്കുന്നതാണ്. പിന്നെ വേറെ ചോദ്യമാണ്, 3000 രൂപ ഈ മാസം ലഭിക്കുമോ എന്നുള്ള ചോദ്യം. നിലവിൽ അതിനുള്ള ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. അതിന്റെ തീരുമാനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അതായത് ഈ അർഹത പട്ടിക, അതുപോലെ ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ. ഇനി വേറെ ചോദ്യമാണ്, രേഖകൾ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യുന്നുള്ളത്. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ ആവശ്യമായ രേഖകൾ സമയബന്ധിതമായി സമർപ്പിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കിയത് ഈ കാര്യങ്ങളെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രധാനമായും കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.